വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് കല്യാണത്തിന് പോയപ്പോൾ ആരുടെ കല്യാണം, ഇക്കാൻ്റെ കുട്ടീൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഏത് ഇക്കയാണ്, റിയാസ് ഖാൻ്റെ കുടുംബത്തിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ട ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ 2 ദിവസത്തെ പരിപാടിക്കേ പോയുള്ളൂ. അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കല്യാണം ആൻ്റെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഏടത്തിൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. ഉമ്മാൻ്റെ ഏടത്തിൻ്റെ മോൻ്റെ കുട്ടീൻ്റെ കല്യാണം. ഉമ്മാൻ്റെ ഏടത്തിൻ്റെ മോന് പറയുമ്പോൾ എനിക്ക് ഇക്കായിട്ടല്ലേ വരിക. അപ്പോൾ മൂത്തമ്മ മരിച്ചുപോയി. മൂത്തമ്മയാണ് എനിക്ക്. മൂത്തമ്മ മരണപ്പെട്ട് അന്നൊക്കെ കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മൂത്തമ്മക്ക് ഒരു മോൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മൂത്തമ്മേൻ്റെ മോനിക്ക് 2 പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നിനെയാണ് ഇപ്പോൾ കെട്ടിച്ചത്. ഇനി ഒരാളും കൂടെ ഉണ്ട്. അവൾ പഠിക്കുകയാണ്. അവൾ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ വീട് ലക്കിടിയിലാണ്, പഴയ ലക്കിടി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. ചെക്കൻ്റെ അടുത്ത് ഫംഗ്ഷനായിരുന്നു ഇന്നലെ. പെണ്ണിൻ്റെ അവിടെ മൈലാഞ്ചിയും കല്യാണം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച മൈലാഞ്ചി, ശനിയാഴ്ച കല്യാണം. അങ്ങനെ പിന്നെ ചെക്കൻ്റെ അവിടെ 28-ാം തീയതി ഞായറാഴ്ച അവിടുത്തെ കല്യാണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മണ്ഡപമൊക്കെ, ഞാനെല്ലാം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഞാൻ കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിയാസ് ഖാൻ്റെ കുടുംബമൊന്നുമല്ല കേട്ടോ, എൻ്റെ കുടുംബം. എൻ്റെ മൂത്തമ്മാൻ്റെ മോളുടെ കല്യാണമായിരുന്നു. എനിക്ക് ഇക്കായിട്ട് വരുമല്ലോ. അതാണ് ഞാൻ ഇക്കാൻ്റെയും മോളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമല്ല എൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ് അവൻ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്താ ബ്ലാക്ക് ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അവൻ ഒരു സങ്കടപ്പെട്ട വാർത്ത പറഞ്ഞത് കേട്ടോ. എന്താണെന്ന് അവൻ്റെ സ്കൂളിൽ 5-6 ബസ് ഉണ്ട് കേട്ടോ, സ്കൂൾ ബസ്. അതിൽ ഒരു 1-ാം നമ്പർ ബസ് പറഞ്ഞ ബസ്സാന്ന് തോന്നുന്നു. അവൻ ഓടിക്കുന്ന ബസ്സല്ല കേട്ടോ, അവൻ അവിടുത്തെ ഡ്രൈവർ തന്നെയാണ്. പക്ഷേ ഇവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അതിൻ്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ മഴ എപ്പോഴാണ് നിൽക്കുകയെന്ന് അറിയില്ല, രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ 1-ാം നമ്പർ ബസ്സാണ്. കുട്ടി ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 2 വീലും കയറിയിട്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായി കേട്ടോ. അപ്പോൾ അവനിക്ക് അന്നത്തെ ദിവസം ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അത് അവൻ്റെ സ്കൂളിലും ആയതുകൊണ്ട് അവനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ അവൻ ഞായറാഴ്ച പരിപാടിക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ കുട്ടീൻ്റെ അവിടെ എന്തോ മീറ്റിംഗ് ചർച്ച നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഇടിച്ച ആൾക്കാരനെ ജയിലിലിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ വേണം വേണ്ടി ചെയ്തോന്നല്ല, അറിയാണ്ട് ചെയ്തതാണ്. എന്നാലും പിന്നെ അതൊരു കേസായില്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. സ്കൂൾ ബസ്സിൽ പോണ ആൾക്കാരൊക്കെ ബസ് എടുക്കുന്ന സമയത്തും കയറുന്ന സമയത്തും എല്ലാവരും മക്കളോട് പറയുക, ശ്രദ്ധിക്കാൻ പറയുക. കേട്ടപ്പോൾ ആകെ സങ്കടമായി കേട്ടോ. ഒരു 6-ാം ക്ലാസ് ഇപ്പോൾ ആ കുട്ടി പഠിച്ചവൻ്റെ സ്വർഗത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവട്ടെ. അപ്പോൾ അതാട്ടെ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവനിക്ക് ഭയങ്കര സങ്കടം. ആ കുട്ടീനെ എപ്പോഴും കാണുന്നതല്ലേ, ചെറിയ 6-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്ര തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ അവനോട് ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അവൻ തിരക്കിലായതുകൊണ്ട് അയച്ചു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അയച്ചു തരുകയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ആ കുട്ടീനെ അറിയുന്ന ആൾക്കാരുണ്ട് തോന്നുന്നു കേട്ടോ, നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ തോന്നി എനിക്ക്. അപ്പോൾ എന്തായാലും അവൻ്റെ അയൽവാസിയാണെന്ന് അങ്ങനെ എന്തോണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അയൽവാസി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവരൊക്കെ ചിലപ്പം കണ്ടിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് ദുആ ചെയ്യുക. അള്ളാൻ്റെ സ്വർഗത്തിലായിരിക്കും ഇപ്പോൾ ആ കുട്ടി. എന്തായാലും സ്കൂൾ ബസ്സിലൊക്കെ പോകുമ്പോൾ എല്ലാവരും മക്കളോട് നല്ല ശ്രദ്ധിക്കാനൊക്കെ പറയുക. അതായത് ബസ്സായാലും അത് അറിയാണ്ട് അവർ ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് 2 വീലും കയറിയെന്നാട്ടോ പറഞ്ഞു കേട്ടത്. അപ്പോൾ ആ നിമിഷം ആലോചിക്കാനും കൂടി വയ്യല്ലോ. പക്ഷേ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ 2 കാര്യം പറയാൻ വേണ്ടിയിട്ടാട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ റിൻഷുമോളും റീസ് കുട്ടി സ്കൂളിൽ പോയി. പാത്തുക്കുട്ടിക്ക് ഇപ്പോൾ ഒത്തിരി പനി ഭേദമൊക്കെ ഉണ്ട്, ചുമ വിടുന്നില്ല കേട്ടോ. ചെറുതായിട്ട് വെള്ളം മാറി കുടിച്ചതിൻ്റെയെന്ന് അറിയില്ല, ചുമ ഉണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർ ഇന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിക്ക്. അപ്പോൾ ഇന്ന് അവളുടെ ഹോമിയോയിലേക്ക് ഒന്നും കൂടി പോകണം. 3 വട്ടമായിട്ട് അപ്പോൾ അവളിനായിട്ട് ഹോമിയോയിലേക്ക് പോകണത്. അപ്പോൾ ഇനി ഒരിക്കലും കൂടി പോകണം. അപ്പോൾ അവളുടെ പനിയൊക്കെ ഭേദമുണ്ട്, ചുമ തന്നെ ഉള്ളൂ ചെറുതായിട്ട്. ഇപ്പോൾ തണുപ്പും മഴയൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ട്. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് അവൾക്ക് ചുടുവെള്ളം തന്നെ കൊടുത്തത്. എന്നാലും
കഫക്കെട്ടിൻ്റെയൊക്കെ ഒരു ചുമയാണ് കേട്ടോ. അപ്പോൾ അവൾക്കും വേഗം മാറട്ടെ എന്നാണ്. അപ്പം വൈകുന്നേരം അവളായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണാം കേട്ടോ. നല്ല നല്ല വീഡിയോസ്, മഴയൊക്കെ പോയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.